തണൽ തേടി അലഞ്ഞവരുടെയും അവർക്ക് തണലൊരുക്കി നൽകിയവരുടെയും കഥകൾ പറയുന്ന തണൽ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ അധ്യായത്തിൽ നാം പരിചയപ്പെടുന്നത് കൊല്ലം ജില്ലയിൽ തേവലക്കരയ്ക്ക് സമീപം കോയിവിളയിൽ പ്രവർത്തിച്ചു വരുന്ന ബിഷപ്പ് ജെറോം അഭയകേന്ദ്രം റിഹാബിലിറ്റേഷൻ സെൻ്ററിൻ്റെ വിശേഷങ്ങളാണ്. മനോനില തെറ്റി തെരുവിൽ അലയുന്ന സഹോദരങ്ങളുടെ പുനരധിവാസത്തിനു വേണ്ടി ആരംഭിച്ച സ്ഥാപനമാണ് ബിഷപ്പ് ജെറോം അഭയകേന്ദ്രം റിഹാബിലിറ്റേഷൻ സെന്റർ. കോയിവിള സ്വദേശി കുഞ്ഞച്ചൻ എസ് ആറാടിൻ്റെ പ്രവർത്തന ഫലമായാണ് 1999 കോയിവിളയിൽ ബിഷപ്പ് ജെറോം അഭയകേന്ദ്രം റിഹാബിലിറ്റേഷൻ സെന്ററിന് ആരംഭം കുറിച്ചത്. ഞാൻ ഒരു 36 വർഷം കേരളത്തിന് പുറം രാജ്യങ്ങളിലായിരുന്നു ജോലി. 14 വർഷം മധ്യപ്രദേശത്തുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഭിലായ് സ്റ്റീൽ പ്ലാന്റ് ജോലി കയറി. അവിടെ വെച്ച് 2 കുഞ്ഞുങ്ങൾ എനിക്കുണ്ടാവുന്നു. അവിടെ നിന്നും 1976 ദുബായ്ക്ക് പോയി. അവിടെ നിന്നുകൊണ്ട് വിവിധ ദേശങ്ങളിൽ സഞ്ചരിക്കുവാൻ കൃപ നൽകി. വിവിധ ദേശങ്ങൾ സഞ്ചരിക്കുവാനുള്ള കൃപ തമ്പുരാൻ തന്നു. അങ്ങനെ ദുബായ്, ഷാർജ, അബുദാബി എന്ന സ്ഥലങ്ങൾ ധാരാളം UAE മൊത്തം ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഷാർജ പവറോസിൻ്റെ അടുത്തുകൂടി സഞ്ചരിക്കുന്ന സമയത്ത് അവിടെ ഒരു അനാഥാലയം കാണുന്നു. ഗവൺമെൻറ് നടത്തുന്ന ഒരു സ്ഥാപനം, ഒരു വൃദ്ധസദനം കാണുന്നു. അപ്പോൾ എനിക്ക് ഒരു ആത്മീയമായ തോന്നലുണ്ടായി. നാട്ടിലായിരിക്കുമ്പോൾ എനിക്ക് ഇതുപോലെ ഒരു സ്ഥാപനം തുടങ്ങണം, അഗതികളെ സഹായിക്കണം, പാവപ്പെട്ടവരെ സഹായിക്കണമെന്ന് ഒരു തോന്നലുണ്ടായി. അതിൻ്റെ പിന്നിൽ വേറൊരു ചരിത്രമുണ്ട്. എൻ്റെ മാതാപിതാക്കൾ ദാനധർമ്മശീലരായിരുന്നു. അവർക്ക് വേണ്ട ഏത് പാവപ്പെട്ടവർ വന്നാലും കഴിയുന്നത്ര സഹായം നൽകിക്കൊണ്ടിരുന്നു. എൻ്റെ ഫാദർ കൃഷിയായിരുന്നു മെയിൻ ആയിട്ടുള്ള ജോലി. അതിനുശേഷം അഷ്ടമുടിക്കായലിൽ മത്സ്യബന്ധനത്തിനും പോവുമായിരുന്നു, വീശുവല. അങ്ങനെ കൊണ്ടുവരുന്ന സാധനം പാവപ്പെട്ടവർക്ക് കൊടുക്കുമായിരുന്നു. ഇതെല്ലാം കണ്ടു വളർന്ന ഞാൻ, 7ാമത്തുകാരനാണ് ഞാൻ. ഇതെല്ലാം കണ്ടു വളർന്ന ഞാൻ എൻ്റെ കയ്യിൽ കിട്ടുന്നതെല്ലാം ഞാൻ പാവപ്പെട്ടവരെ, അയൽവാസികളെ സഹായിക്കുമായിരുന്നു. അങ്ങനെ നല്ല ശീലത്തിലാണ് വളർന്നു വന്നത്. ഞാൻ മഹാവികൃതിയായിരുന്നു. അങ്ങനെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയുമായിരുന്നു. അങ്ങനെ ആണ് ഞാൻ കളിച്ചു നടക്കുന്ന സമയത്താണ് ഭിലായ് സ്റ്റീൽ പ്ലാന്റിലേക്ക് പോയത്. പിന്നെ പല കമ്പനികളിലും നല്ല കമ്പനികളിൽ അവിടെ വെച്ച് ജോലിയിൽ കയറി. അമേരിക്കൻ കമ്പനി, ജർമ്മൻ കമ്പനി, ഫ്രഞ്ച് കമ്പനി, നോർവീജിയൻ കമ്പനി, ഇങ്ങനെ പല രാജ്യത്തെ കമ്പനികളിലും ജോലി ചെയ്യുവാനായിട്ട് എനിക്ക് കൃപ ലഭിച്ചു. ഫ്രീ വിസയിലാണ് ഞാൻ പോയത്. പാസ്പോർട്ട് കയ്യിൽ തന്നെ ഇരിക്കുമായിരുന്നു. എവിടെയും കയറി പണി ചെയ്യാവുന്ന ഒരു കാലയളവുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 22 കൊല്ലം ദുബായിൽ ജോലി ചെയ്തു. ഹെഡ് ഓഫീസ് ദുബായിലായിരുന്നു. ഷിപ്പിംഗ് ലൈനിലാണ് ഞാൻ കൂടുതൽ വർക്ക് ചെയ്തത്. അങ്ങനെ ഇന്തോനേഷ്യ, സിംഗപ്പൂർ, മലേഷ്യ തുടങ്ങി ഗൾഫ് രാജ്യങ്ങളിൽ മൊത്തം പോകാനുള്ള കൃപ ലഭിച്ചു. ഈസ്റ്റ് ആഫ്രിക്ക, ജോർദാൻ, ഈജിപ്റ്റ് മുതലായ സകല രാജ്യങ്ങളിലും, ഗൾഫ് രാജ്യങ്ങളിൽ എല്ലായിടവും പോകുവാനുള്ള കൃപ ലഭിച്ചു. പ്രവാസ ജീവിതത്തിനിടയിൽ താൻ കണ്ട ഒരു കാഴ്ചയിൽ നിന്നാരംഭിച്ച് തൻ്റെ ഇളയ മകൻ്റെ മരണശേഷം മനസ്സിൽ രൂപം കൊണ്ട ആശയം ബിഷപ്പ് ജെറോം അഭയകേന്ദ്രം എന്ന സ്ഥാപനമായി വളരുകയായിരുന്നു.
അങ്ങനെ ഷാർജയിൽ കണ്ട അഭയകേന്ദ്രം എന്നെ സ്പർശിച്ചു. നാട്ടിൽ വന്ന് പല സ്ഥലങ്ങളും നോക്കി. അങ്ങനെ നാട്ടിൽ നിന്നും ഒരു സെറ്റപ്പ് ഉണ്ടാകുവാനായിട്ട് വളരെ ബുദ്ധിമുട്ടി, വളരെ ക്ലേശങ്ങൾ സഹിച്ച് അരുന്നല്ലൂരെന്ന് പറയുന്ന സ്ഥലത്ത് വലിയ മാടത്തിലെന്ന് പറയുന്ന ഒരു വീട് വാടകയ്ക്കെടുത്തു. പെന്തക്കോസ്തുകാർ ജോലി ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു ഭവനമാണ്. അവർ എനിക്ക് കാലിയാക്കി തന്നു. അങ്ങനെ അവിടെ പ്രാർത്ഥന ഒരു സ്ഥാപനം തുടങ്ങി. 1-2 കുറഞ്ഞ ആളിനെയും കൊണ്ടാണ് ഞാൻ സ്ഥാപനം തുടങ്ങിയത്. അങ്ങനെ അവിടെ ഇന്ന് ചില പ്രശ്നങ്ങളാൽ 3-4 മാസം കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഒരു പെരുമഴയത്ത് എന്നെ ഇറക്കി വിട്ടു. എന്നെയും 8-9 പേരെയും കൂടെ ഇറക്കി വിട്ടു. അങ്ങനെ ഞാൻ ഈ കോയിവിളയുടെ ഒരു ഗ്രാമപ്രദേശത്തിൽ ഒരു കോളനിയിൽ വന്നു. അവിടെ ഒരു വീടെടുത്ത് പൊളിഞ്ഞ വീടായിരുന്നു. മഴ പെയ്താൽ വെളിയിൽ പോകത്തില്ലായിരുന്നു വെള്ളം. അങ്ങനെ മാനസികമായി വളരെയേറെ ക്ലേശങ്ങൾ സഹിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സ്ഥാപനത്തിൻ്റെ ഈ പുരയിടത്തിൻ്റെ ഓണറെ കണ്ടുമുട്ടുന്നത്. അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് സ്ഥാപനം തരണം. അങ്ങനെ ഡൈനീഷ് അച്ഛൻ്റെ കാലത്താണ് ഈ സ്ഥാപനം തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ സഹായ സഹകരണത്തോടെ ഈ ഭൂമി വാങ്ങിക്കുവാൻ കൃപ ലഭിച്ചു. 33 സെൻറ്റ് സ്ഥലം NRE അക്കൗണ്ടിൽ കിടന്ന പൈസ കൊടുത്ത് ഞാൻ വാങ്ങിയതാണ്. ഇവിടെ ധാരാളം പേർ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ധാരാളം പേര് ഞങ്ങൾ അന്ന് കളക്ഷനൊക്കെ പോകുമായിരുന്നു. വടക്കടൻ ജോർജ്, സാജി ജോസഫ് തുടങ്ങിയ വ്യക്തികൾ എന്നെ സഹായിക്കുവാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പ്രവാസ ജീവിതത്തിനു ശേഷം നാട്ടിലെത്തി മനോനില തെറ്റി അലയുന്ന സഹോദരങ്ങളെ സംരക്ഷിക്കുവാൻ ആരംഭിച്ച ഈ സ്ഥാപനം ഇന്ന് 150ഓളം പേർക്ക് അഭയം നൽകിയിരിക്കുന്നു. വിവിധ ദേശക്കാരും ഭാഷക്കാരുമായി മനോനില തെറ്റി കൊല്ലം നഗരത്തിൽ അലഞ്ഞ 150ഓളം പേരാണ് ഇവിടെ അഭയം കണ്ടെത്തിയിരിക്കുന്നത്. 1999 ഇവിടെ ഈ സ്ഥാപനം തുടങ്ങി. 1998 എൻ്റെ മകൻ മരണപ്പെട്ടു. 3ാമത്തെ മകന് ഹോസ്പിറ്റലിൽ ചെറിയ പ്രശ്നമായിട്ട് മകൻ മരണപ്പെട്ടു. അതിൻ്റെ തുടർന്നും ഞാൻ ഗൾഫിൽ വെച്ച് എനിക്ക് ഉണ്ടായ ആ സ്പർശനത്തെ പ്രതി ഞാൻ ഈ സ്ഥാപനം തുടങ്ങുന്നത്. അങ്ങനെ ഇവിടെ ഈ സ്ഥലം വാങ്ങിച്ചു. 33 സെൻറ്റ് സ്ഥലം വാങ്ങി. അതിൻ്റെ ബിഷപ്പ് ജെറോം അഭയകേന്ദ്രം എന്ന് അതിന് പേരിട്ടു. അതിനാൽ തുടക്കത്തിൽ തന്നെ ബിഷപ്പ് ജെറോം അഭയകേന്ദ്രം എന്ന നാമധേയത്തിലാണ്, ബിഷപ്പ് ജെറോം പിതാവിൻ്റെ നാമധേയത്തിലാണ് സ്ഥാപനം തുടങ്ങിയത്. എന്നാൽ പിൽക്കാലത്തും ഇപ്പോഴും അത് നിലനിൽക്കുന്നു. ജെറോം പിതാവ് ഇപ്പോൾ വിശുദ്ധനായിട്ട് നാമകരണം ചെയ്യുവാനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് 1-2 ആളുകളെയും തുടങ്ങിയ സ്ഥാപനം ഇപ്പോൾ 150ഓളം പേർ ഇവിടെ പാർക്കുന്നു. പരദേശികളാണ്, കേരളീയരല്ല. കേരളീയർ വളരെ ചുരുക്കവും മറ്റ് സംസ്ഥാനക്കാരുമാണ് ഇവിടെയുള്ള അന്തേവാസികൾ. ഇപ്പോൾ ഇങ്ങനെ പോകുന്നു. ഓരോ കാര്യങ്ങളും തമ്പുരാൻ നടത്തിത്തരുന്നു. ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു എന്ന് എനിക്ക് തന്നെ അറിയില്ല. തമ്പുരാൻ ഓരോ ദിവസവും ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നു, വസ്ത്രം തരുന്നു, നിത്യോപയോഗ സാധനങ്ങൾ തന്ന് സഹായിക്കുന്നു. ഇടവകയിൽ നിന്നും രൂപതയിൽ നിന്നും നമ്മൾക്ക് കാഴ്ചവെപ്പിൻ്റെ സാധനങ്ങളെല്ലാം ലഭിക്കുന്നു. അമ്പലങ്ങളിൽ നിന്നും പ്രദേശത്തു നിന്നും ഞങ്ങൾക്ക് സഹായം ലഭിക്കുന്നു. ആദ്യകാലത്ത് വളരെയേറെ കഷ്ടപ്പെട്ടു. ഓരോ വീടുകളിലും ഞാൻ നടന്നും ബക്കറ്റുമായി പോയി കല്യാണം നടക്കുന്ന വീടുകളിൽ നിന്നും വിശേഷങ്ങൾ നടക്കുന്ന വീടുകളിൽ നിന്നും ബക്കറ്റിൽ ചോറും പൊതിയുമായിട്ട് സൈക്കിളിൽ വെച്ച് കൊണ്ടുവന്നാണ് ആദ്യകാലത്ത് ഇത് നടത്തിയത്. വളരെയേറെ ത്യാഗങ്ങൾ സഹിച്ചു, കഷ്ടപ്പെട്ടു. എങ്കിലും ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, തമ്പുരാനെ, ഞാൻ മുൻപോട്ട് വെച്ച കാല് പുറന്നോട്ടെടുക്കുവാൻ എനിക്ക് അവസരം തരരുത്. ഞാൻ ഇവിടെ വീണാലും ശരി, ഞാൻ പിന്മാറുകയില്ല. കൃത്യമായ ചികിത്സകളും പരിചരണങ്ങളും പലരെയും സാധാരണ ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചിരിക്കുന്നു.
കാനന ചായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. കാനന ചായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. ഒന്നാവനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടൊന്നു കൊണ്ടുപോകൂ. ഒന്നാവനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടൊന്നു കൊണ്ടുപോകൂ. നിന്നെയൊരിക്കൽ ഞാൻ കൊണ്ടുപോകാം. ഇന്നു വേണ്ടിന്നു വേണ്ടോ മലാളെ. നിന്നെയൊരിക്കൽ ഞാൻ കൊണ്ടുപോകാം. ഇന്നു വേണ്ടിന്നു വേണ്ടോ മലാളെ. കാനന ചായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. ഇന്നു മുഴുവൻ ഞാൻ ഏകനായ കുന്നിൻ ചരുവിലിരുന്നു പാടും. ഇന്നു ഞാൻ കാണും കിനാക്കളെല്ലാം നിന്നെ കുറിച്ചുള്ളതായിരിക്കും. ഇന്നു മുഴുവൻ ഞാൻ ഏകനായ കുന്നിൻ ചരുവിലിരുന്നു പാടും. ഇന്നു ഞാൻ കാണും കിനാക്കളെല്ലാം നിന്നെ കുറിച്ചുള്ളതായിരിക്കും. എൻ്റെ പേര് സോണിയ. ഞാനൊരു 18 വർഷമായിട്ട് ഈ സ്ഥാപനത്തിൻ്റെ കാര്യങ്ങൾ നോക്കി നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നു. വഴിയോരങ്ങളിൽ അലഞ്ഞു തിരിയുന്ന ആരോരുമില്ലാത്ത ആളുകളെ, മനോനില തെറ്റിയ ആളുകളെയാണ് ഞങ്ങൾ സംരക്ഷിച്ചു വരുന്നത്. അവരെ ചികിത്സിച്ച് സുഖമാക്കി സ്വദേശം പറഞ്ഞവരെ കണ്ടെത്തി തിരിച്ചയക്കുകയും ഒക്കെ ചെയ്യുന്നൊരു കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇതിൻ്റെ പുറകിൽ വളരെയേറെ ആളുകൾ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവരെ കുളിപ്പിക്കാനും വൃത്തിയാക്കാനും മെഡിക്കൽ സഹായത്തിനൊക്കെ ആയിട്ട് നഴ്സിംഗ് സ്റ്റാഫും പാരാമെഡിക്കൽ സ്റ്റാഫും ഒക്കെ നമ്മളുടെ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു 140-140 ആളുകളെ നമ്മളിപ്പോൾ 150ഓളം ആളുകളെ സംരക്ഷിച്ചു വരുന്നു. 13 സ്ത്രീകളും ബാക്കി പുരുഷന്മാരുമാണ് നമ്മുടെ സ്ഥാപനത്തിലുള്ളത്. ഇതിൽ വളരെയേറെ 18 വർഷം കൊണ്ട് ഒത്തിരി ആളുകൾ സുഖമായി തിരിച്ചു പോവുകയും കുറച്ച് ആളുകൾ മരണപ്പെട്ടു പോവുകയും ഏറ്റെടുക്കാൻ ആളുകളില്ലാത്തവരെ നമ്മുടെ സ്ഥാപനം തന്നെ അവരെ സംസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. ബിഷപ്പ് ജെറോം അഭയകേന്ദ്രം മാനേജിംഗ് ട്രസ്റ്റി കുഞ്ഞച്ചൻ എസ് ആറാടനോടൊപ്പം 18 വർഷങ്ങൾക്ക് മുമ്പ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്ന സോണിയ ഗണേഷ് ആണ് ഇന്ന് ഈ സ്ഥാപനത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഇവിടെ താമസിക്കുന്ന ആളുകൾ, മനോനില തെറ്റിയ ആളുകളെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാറുണ്ട്. പരിസരത്തുള്ള ഹോസ്പിറ്റലുകാർ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഫീസൊക്കെ ഫ്രീ ആയിട്ട് ചെയ്തു തരാറുമുണ്ട്. ആദ്യകാലങ്ങളിൽ നമ്മൾക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വാഹനങ്ങളൊന്നും ഇല്ലായിരുന്നു. പരിസരത്തുള്ള ആളുകളൊക്കെ ആട്ടോയൊക്കെ വിളിക്കുമ്പോൾ ഇവർ തുപ്പുമൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ആരും വണ്ടിയൊന്നും വിട്ട് തരത്തില്ലായിരുന്നു. പിന്നെ ഈ പരിസരത്ത് 1-2 ആളുകളുണ്ടായിരുന്നു നമ്മളെ ഏത് സമയത്ത് വിളിച്ചാലും സഹായിക്കുകയും ഓട്ടം വരികയും ആളുകളെ കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്ന സുമനസ്സരായ ഇഷ്ടം പോലെ ആളുകളുണ്ടായിരുന്നു. പിന്നെ അന്നത്തെ സമയത്ത് മാനസിക രോഗങ്ങളെന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഒരു വെറുപ്പുള്ള കാലഘട്ടമായിരുന്നു. അപ്പോൾ കുറേ ചെറുപ്പക്കാരായ പിള്ളേരും വാടി പ്രദേശത്തു നിന്നൊക്കെ വന്ന് ഇവിടെയുള്ളവരെ കുളിപ്പിക്കുകയും വൃത്തിയാക്കുകയും അങ്ങനെയാണ് ഞങ്ങൾ ഈ ഷേവ് ചെയ്യുകയും മുടി വെട്ടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പുരുഷന്മാരായിരുന്നു നമുക്ക് കൂടുതൽ. അന്ന് സ്ത്രീകൾ കൂടുതലുണ്ടെങ്കിലും പുരുഷന്മാരുണ്ടായിരുന്നു. പുരുഷന്മാരെ നോക്കാൻ ആളില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ നല്ല ചെറുപ്പക്കാരായിട്ടുള്ള പരിസരവാസികളായിട്ടുള്ളവരും ജീവകാരുണ്യ പ്രവർത്തന രംഗത്തൊക്കെ മികവ് പുലർത്തുന്ന ശക്തികുളങ്ങരയിലുള്ള 1-2 ആളുകളുണ്ടായിരുന്നു. ഒരു ഗണേഷ്, ഒരു ബാബു, ഫയർഫോഴ്സിലെ മനോജ്, അവരൊക്കെ കടന്നു വന്ന് ആളുകളെ മുടി വെട്ടുകയും കുളിപ്പിക്കുകയും വൃത്തിയാക്കുകയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും മരിക്കുന്നവരെ വന്ന് ഏറ്റെടുത്ത് കൊണ്ടുപോയി മുളങ്കാട് ശ്മശാനത്തിൽ സംസ്കരിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അവരുടെയൊക്കെ നല്ല മനസ്സുകൊണ്ട് ഇതിനൊത്തിരി വളർച്ചകൾ ഉണ്ടായിട്ടുണ്ട് സ്ഥാപനത്തിന്. പിന്നെ
ഈ 26 വർഷം കൊണ്ട് ഈ സ്ഥാപനം ഇത്രയും വിജയകരമായ രീതിയിൽ കൊണ്ടുപോകാൻ സാധിച്ചത് ഇതിൻ്റെ ട്രസ്റ്റിയും സ്ഥാപകനുമായിട്ടുള്ള കുഞ്ഞച്ചനെ സാറാടൻ അവറുകളുടെ വലിയ മനസ്സിൻ്റെ വലിപ്പം കൊണ്ട് തന്നെയാണ്. ഞങ്ങളെപ്പോലെ ഓരോരുത്തരും ഇവിടെ വന്ന് ഈ സേവനം ചെയ്യാനും കാരണമായത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു സംഭാവനയാണ് നമ്മുടെ സമൂഹത്തിന് ഈ പ്രസ്ഥാനം. ഇതിൽ വളരെയേറെ ആളുകൾ ആരോരുമില്ലാത്തവരും മനോനില തെറ്റിയവരും ആർക്കും വേണ്ടാത്തവരുമായിട്ടുള്ള ആളുകളെ പുനരധിവസിപ്പിക്കാനും സ്വന്തം ദേശത്തെത്തിക്കാനും അവർക്കൊരു ആഹാരവും വസ്ത്രവും കിടപ്പാടവും ഉള്ളൊരു സാഹചര്യം ഒരുക്കി കൊടുക്കാനും അത്യാവശ്യ കാര്യങ്ങൾ വിദ്യാഭ്യാസ ഘട്ടങ്ങളിൽ ആളുകളെ സഹായിക്കാനും അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്ഥാനവും പ്രവർത്തനവും വളരെ വലിയ ഒരു സംഭാവനയായിട്ടുണ്ട് സമൂഹത്തിന്. ഇപ്പം നിലവിൽ 150 പേര് നമ്മുടെ പ്രസ്ഥാനത്തുള്ളതിൽ ഒരു 14 സ്ത്രീകളും ബാക്കി പുരുഷന്മാരുമാണ് ഉള്ളത്. അവരെ ഡെയിലി വൃത്തിയാക്കുന്നു, ഡ്രസ്സ് ചെയ്യുന്നു, ഭക്ഷണം കൊടുക്കുന്നു. ഇത് അതിരാവിലെ ഇവിടുത്തെ പേഷ്യൻറ്റിനെ ഡ്രസ്സ് ചെയ്യുന്ന ഇവിടുത്തെ ട്രസ്റ്റി തന്നെയാണെന്നാണ് ഒരു വിചിത്രമായൊരു സംഭവം പറയാനുള്ളത്. അവരെ രാവിലെ ഒന്ന് മുറിവുള്ളവരെ മുറിവ് വെച്ച് കെട്ടാറുണ്ട്. പിന്നെ ഭക്ഷണം ഉണ്ടാക്കാനും വിളമ്പാനും ഒക്കെ സഹായിക്കാറുണ്ട് അദ്ദേഹം. വളരെ അതിലുപരി നല്ല പല പല ഭാഷകൾ സംസാരിക്കാൻ അറിയാവുന്നതുകൊണ്ട് ഇവരോടുമായിട്ട് നമുക്ക് നല്ല രീതിയിൽ സമ്പർക്കം, ഇവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇവർക്ക് വേണ്ടുന്ന പരിചരണം കൊടുക്കാനും സാധിക്കുന്നുണ്ട്. ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ അങ്ങനെയുള്ള ഭാഷകൾ ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഞങ്ങൾക്കും അറിയാം കുറച്ച്. അതിലുപരി ഞങ്ങൾ ട്രസ്റ്റിക്ക് നന്നായിട്ട് ആ ഭാഷ ഉപയോഗിക്കാൻ അറിയാം. ആയതിനാൽ ഈ പേഷ്യൻസിനെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ പരിചരിക്കാനും അവരുടെ വിഷമാവസ്ഥ മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. മെഡിക്കൽ സേവനം നമുക്കൊരു സൈക്കോളജിസ്റ്റ് എല്ലാ ആഴ്ചയും 2 ദിവസമുണ്ട്. സൈക്യാട്രിസ്റ്റ് ഉണ്ട്, ഒരു നിക്കോളാസ് ക്രിസ്റ്റി. പിന്നെ നമുക്ക് BSc നേഴ്സുണ്ട്. പിന്നെ നമുക്ക് സോഷ്യൽ വർക്കർമാരുണ്ട്, കെയർ ടേക്കർമാരുണ്ട്. അങ്ങനെയുള്ള ആളുകളാണ് ഇപ്പോൾ ഇവിടെ സേവനം ചെയ്യുന്നത്. അവർ പറയുന്ന പ്രകാരം മരുന്നുകൾ അവർക്ക് കൊടുക്കാറുണ്ട്. കറക്റ്റായിട്ട് മരുന്നും പരിചരണവും കിട്ടുന്നതുകൊണ്ട് ഒത്തിരി ആളുകൾ സുഖമായി ഇവിടെ ചെറിയ ശുശ്രൂഷകളൊക്കെ ചെയ്ത് കഴിയുന്നവരും ഉണ്ട്. ആഹാരവും വസ്ത്രവും താമസവും എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട് അവർക്ക് പറ്റുന്ന കണക്കിന്. പിന്നെ വിശാലമായ രീതിയിലുള്ള ഒന്നും പറയാനൊക്കത്തില്ലല്ലോ. പരിമിതികൾക്കുള്ളിൽ നിർത്തിക്കൊണ്ട് അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഇവിടെ രാവിലെ പ്രാർത്ഥനയുണ്ട്. പിന്നെ എല്ലാ ദിവസവും 3 മണിക്ക് ഇവിടെ പ്രെയറുണ്ട്. പിന്നെ മാസത്തിലൊരിക്കൽ കുർബാന നടത്താറുണ്ട്. പിന്നെ ആരെങ്കിലും ആവശ്യപ്പെടുവാണെങ്കിൽ അവരുടെ ആരുടെയും സ്മരണാർത്ഥം ഫുഡൊക്കെ സ്പോൺസർ ചെയ്യുന്ന ദിവസം അഡീഷണൽ കുർബാനയും വെക്കാറുണ്ട്. ഈ പ്രാർത്ഥനയിലൊക്കെ ഇവിടുത്തെ ആളുകളും പങ്കെടുക്കാറുണ്ട്. കഴിഞ്ഞ 18 വർഷമായിട്ട് ഞാൻ ഈ സ്ഥാപനത്തിൽ താമസിക്കുകയും ഇവരോടൊപ്പം കഴിയുകയും ചെയ്യുന്ന ഒരാളാണ്. ഇവരെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു. ഒന്നുമല്ലാത്ത സാഹചര്യത്തിലായിരുന്ന ആളുകളെ സഹായിക്കാനും അവരെ സ്നേഹിക്കാനും അവരെ വൃത്തിയാക്കാനും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇവരെ കെയർ ചെയ്യാനും ദൈവം തന്നൊരു നല്ലൊരു അവസരമായിട്ട് ഞാനിത് കണക്കാക്കുന്നു. എൻ്റെ 3 കുട്ടികൾ ഇതിനകത്ത് ചെറിയ സേവനങ്ങളൊക്കെ ചെയ്തായിരുന്നു കഴിഞ്ഞിരുന്നത്. ഇതിലേറെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ പലരും വഴിയോരങ്ങളിൽ നിന്ന് കിട്ടിയ അമ്മമാരെ അഡ്രസ്സ് പറഞ്ഞ് തിരിച്ചു കൊണ്ടു ചെല്ലുമ്പോൾ വേണ്ടാന്ന് പറഞ്ഞ സാഹചര്യം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിൽക്കുന്ന അമ്മമാർക്ക് പൊക്കോളാൻ പറഞ്ഞാലും പോകണ്ട, ഇവിടെ തന്നെ നിന്നാൽ മതി എന്നുള്ളൊരു അനുഭവമാണ്. ഞങ്ങളുടെ അനുഭവങ്ങൾ അതൊക്കെ തന്നെ. ഇവരെ മനോഹരമായിട്ടും വൃത്തിയായിട്ടും നോക്കാൻ ഒരവസരം ഈശ്വരൻ തന്നതിൽ ഞാൻ സന്തോഷവതിയാണ്. തുടർന്നും ഈ കാര്യങ്ങൾ വൃത്തിയായി ചെയ്യാനും ഞങ്ങൾ ബാധ്യസ്ഥരുമാണ്. പൊതുസമൂഹത്തിൻ്റെ പൂർണ്ണമായ സഹകരണവും പിന്തുണയുമാണ് ഈ സ്ഥാപനത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് സഹായകം ആകുന്നത്. രാവിലെ ചായ കൊടുക്കും ഇവർക്ക്. അത് കഴിഞ്ഞ് ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. 12:30 ആകുമ്പോഴത്തേക്ക് ഉച്ചഭക്ഷണം, 4:30 ചായയും എന്തെങ്കിലും കടികളും കൊടുക്കാറുണ്ട്. രാത്രി ചിലപ്പോൾ ചപ്പാത്തി കറിയായിരിക്കും, ചിലപ്പോൾ കഞ്ഞിയായിരിക്കും, ചിലപ്പോൾ ചോറായിരിക്കും. അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസാണ് ഇവർക്ക് ഫുഡ് മെനുവിൽ വരുന്നത്. മനോനില തെറ്റി വഴിയോരങ്ങളിൽ അലഞ്ഞു തിരിയുന്ന ആളുകളെ പുനരധിവസിപ്പിക്കുന്ന ഒരു സംരംഭമാണ് നടക്കുന്നത് ഇവിടെ. പോലീസും സന്നദ്ധ പ്രവർത്തകരൊക്കെയാണ് ഇവിടെ ഏൽപ്പിക്കുന്നത്. അവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആദ്യമേ അവരെ കുളിപ്പിച്ച് വൃത്തിയാക്കി അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് അവരുടെ കാര്യങ്ങൾ തിരക്കി അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തിരുവനന്തപുരം പേരൂർക്കട മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിച്ച് സുഖമാകുന്നവരെ അവരുടെ വീട് കണ്ടെത്തി തിരിച്ചു വിടാറുണ്ട്. പോകാൻ സാഹചര്യമില്ലാത്തവരെ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ നിർത്താറുണ്ട്. അവർ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുന്ന ആളുകളുമുണ്ട്. മരുന്നൊക്കെ കഴിക്കുന്ന ആളുകളാണുള്ളത്.
വീട് നാട് അഡ്രസ്സൊന്നും പറയാൻ കഴിവില്ലാത്തവർ, പിന്നെ അതിലുപരി എന്ന് പറഞ്ഞാൽ ഹിന്ദി, തമിഴ്, തെലുങ്ക് പലവിധ ഭാഷകൾ സംസാരിക്കുന്ന ആളുകളാണ് നമ്മുടെ സ്ഥാപനത്തിൽ. ആരംഭം കുറച്ച് ആളുകളെ കൊണ്ട് തുടങ്ങിയതായിരുന്നു. അന്ന് നമ്മുടെ മലയാളികൾ മാത്രമേ ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വഴിയോരങ്ങളിലുള്ള എല്ലാ മനുഷ്യരെയും കൊണ്ടുവന്ന് അങ്ങനെ ഹിന്ദി, തമിഴ്, തെലുങ്ക്, ഒഡിയ അങ്ങനെയുള്ള ഭാഷകൾ ഞങ്ങൾക്ക് ഈ ഭാഷകളൊക്കെ ചെറുതായിട്ട് സംസാരിക്കാൻ അറിയാം. അതുകൊണ്ട് ഇവരോട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവർ അഡ്രസ്സും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അത് കണ്ടെത്തി ഒത്തിരി ആളുകളെ തിരിച്ചു വിട്ടിട്ടുണ്ട്. അമ്മയും കുഞ്ഞുമായിട്ട് വന്നവരെയും പ്രഗ്നൻ്റായിട്ട് വന്നവരെയൊക്കെ അവരുടെ വീടുകളിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വളരെയേറെ ആളുകളെ. ഒത്തിരി ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഏറ്റെടുക്കാൻ പറ്റാത്തവർ നമ്മുടെ സ്ഥാപനം തന്നെ കൈയെടുത്ത് സംസ്കരിച്ചിട്ടുമുണ്ട്. അവരുടെ മാനസികോല്ലാസത്തിനായിട്ട് ചെറിയ ചെറിയ എക്സസൈസ്, പാട്ട്, ഡാൻസ്, കൃഷി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ നേരത്തെയൊക്കെ ഞങ്ങൾക്ക് പശു, ആടുമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സ്ഥലപരിമിതി മൂലം അതിനെയൊക്കെ കൊടുക്കേണ്ടി വന്നു. വിലയ്ക്കൊന്നുമല്ല, ആളുകൾക്ക് ദാനമായിട്ട് തന്നെ കൊടുത്തേത്. പിന്നെ ഇപ്പം നമുക്ക് ഇത്രയും സ്ഥലം ഉള്ളത് കൊണ്ട് ചെറുതായിട്ട് കൃഷി, പിന്നെ പാട്ട്, ഡാൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. ഭക്ഷണങ്ങൾ നമ്മൾക്ക് കിട്ടുന്നതാണെങ്കിൽ ഓരോ ആളുകൾ സ്പോൺസറായിട്ട് അരിയും സാധനങ്ങളുമായിട്ട് തരാറുണ്ട്. ഭക്ഷണം പാചകിച്ച് കൊണ്ട് തരാറുണ്ട്. അതൊക്കെയാണ് നമ്മൾക്ക് കിട്ടുന്ന ഭക്ഷണ കാര്യങ്ങൾ. പിന്നെ ചിലർ വസ്ത്രങ്ങൾ പുതിയത് മേടിച്ചുകൊണ്ട് തരാറുണ്ട്, പഴയത് കൊണ്ട് തരാറുണ്ട് വിശേഷ ദിവസങ്ങളിലൊക്കെ. പിന്നെ ഓരോരുത്തരുടെ വീട്ടിൽ നടക്കുന്ന മാമോദീസ, ബർത്ത്ഡേ, മരണാന്തര ചർമ്മങ്ങളിലൊക്കെ നടക്കുന്ന ഫുഡ് ഐറ്റംസാണ് നമുക്ക് സാധാരണ സ്പോൺസറായിട്ട് കിട്ടുന്നത്. സ്പോൺസർ ചെയ്യുന്ന വെച്ചാൽ ഒരു ദിവസത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ നമുക്കൊരു 7,500 രൂപ രാവിലെ ചിലവാകും. അതല്ല ഉച്ചഭക്ഷണം മാത്രമാണെങ്കിൽ ഒരു 12,000 രൂപ 13,000 രൂപയൊക്കെ, ഒരു ദിവസം ഫുള്ളാണെങ്കിൽ 20,000 രൂപ ഓരോരുത്തർ സ്പോൺസർ ചെയ്യുന്നതാണ്. അതൊക്കെ ഫുഡ്, മെഡിസിൻസ്. പിന്നെ നമ്മൾ കൂടുതലും വില കൊടുത്താണ് ഈ മെഡിസിൻസൊക്കെ മേടിക്കുന്നത്. മെഡിസിൻ സ്പോൺസേഴ്സ് ഒന്നും നമുക്കങ്ങനെ കിട്ടാറില്ല. പിന്നെ ചെറുതായ രീതിയിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് BPL റേറ്റ് നമുക്ക് ചികിത്സാ സഹായമൊക്കെ കിട്ടുന്നുണ്ട്. പരിസരത്തുള്ള ഹോസ്പിറ്റലുകാരും നമ്മുടെ രോഗികൾക്ക് ട്രീറ്റ്മെൻറ്റിന് മെഡിസിൻ്റെ വില മാത്രമേ എടുക്കത്തുള്ളൂ. അവരുടെ ഫീസൊന്നും എടുക്കാറില്ല. അടുത്തൊരു ഡോക്ടർ കെയർ ഉണ്ട്, ലോകരക്ഷയുണ്ട്. അങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ നമുക്ക് ചികിത്സാ സഹായം കിട്ടാറുണ്ട്. ഇവിടുത്തെ മെഡിക്കൽ സേവനം നമുക്കൊരു സൈക്യാട്രിസ്റ്റ് ഉണ്ട്, സൈക്കോളജിസ്റ്റ് ഉണ്ട്, സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്, നേഴ്സുണ്ട്. ഇവർ ഹോസ്പിറ്റലിൽ ആളുകളെ കൊണ്ടുപോയി കിടത്തേണ്ടി വന്നാൽ നമ്മൾ കിടത്തി ചികിത്സ കൊടുക്കാറുണ്ട്. അതല്ല പക്ഷം നമ്മൾ മെഡിസിൻസും പേഷ്യൻറ്റിനെ ഇവിടെ സ്ഥാപനത്തിൽ തന്നെ സൂക്ഷിച്ച് അവർക്ക് കറക്റ്റ് സമയത്ത് മെഡിസിന് ഒക്കെ കൊടുത്തവരെ സുഖമാക്കി എടുക്കും. വളരെ വളരെ സ്വന്തം വസ്ത്രങ്ങൾ ധരിക്കാൻ പോലും കഴിവില്ലാതെ മാസങ്ങളോളം കുളിക്കാണ്ട് പ്രാകൃതമായ നിലയിൽ വളരെയേറെ ആളുകളെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ തന്നെ ജടയൊക്കെ പിടിച്ച് ആളുകളെ കൊണ്ടുവന്ന് ഞങ്ങൾ ആ തലമുടിയൊക്കെ വടിച്ചിറക്കി മുടിയൊക്കെ വെട്ടി തേച്ച് കഴുകി കുളിപ്പിച്ച് കഴിയുമ്പോൾ അവർ നല്ല കൊണ്ടുവരുമ്പോൾ കറുത്തിരിക്കും. തേച്ച് കഴുകി കുളിപ്പിച്ച് കഴിയുമ്പോൾ അവർ നല്ല വെള്ളയായിരിക്കുന്ന അവസ്ഥയൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നോർമലായിട്ട് ഞങ്ങളുടെ അടുത്ത് ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ കൊണ്ടുവന്നിട്ട് ഒരു 14 വർഷങ്ങൾക്ക് മുമ്പ് വളരെ പ്രാകൃതമായിട്ട് കൊണ്ടുവന്നൊരു പയ്യൻ ഇപ്പം നമ്മുടെ അടുത്ത് തന്നെ നിൽപ്പുണ്ട്. താടിയും മുടിയും ജടയൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് കറുത്ത് കൊണ്ടുവന്നൊരു പയ്യനാണ്. ഇപ്പോൾ അവൻ ഇവിടുത്തെ ഒരു സ്റ്റാറാണ്. നമസ്കാരം, എൻ്റെ പേര് അജിത് ജിജു. ഞാനിവിടെ ബിഷപ്പ് ജെറോം അഭയ കേന്ദ്രത്തിലെ സോഷ്യൽ വർക്കറായി കഴിഞ്ഞ 1.5 വർഷമായിട്ട് സേവനമനുഷ്ഠിക്കുകയാണ്. 1999 ഒക്ടോബർ 17 ഈ ബിഷപ്പ് ജെറോം അഭയ കേന്ദ്രം സ്ഥാപിതമായത്. 2 പേരിൽ തുടങ്ങിയ സ്ഥാപനം ഇന്ന് 150 പേരുള്ള സഹോദരങ്ങൾക്ക് സംരക്ഷണം നൽകിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കൊല്ലം പരിസരത്ത് അലഞ്ഞിരിഞ്ഞപ്പെടുന്ന ആളുകളെ, മാനസിക ബുദ്ധിമുട്ട് നേരിടുന്ന ആളുകളെ, ഊരും പേരും തിരിച്ചറിയാത്ത ആളുകളെ, അവരെ പോലീസുകാരും ജീവകാരുണ്യ പ്രവർത്തകരും ചേർന്ന് ഈ സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുവരികയാണ്. ഇന്ത്യയിലെ നാനാഭാഗത്തുള്ള നാനാജാതിക്കാരെയും നാനാഭാഷക്കാരെയാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അവരിവിടെ കൊണ്ടുവന്ന് അവർക്ക് താമസവും ഭക്ഷണവും മറ്റ് ചികിത്സകളും നൽകി ഞങ്ങൾ പോരുകയാണ്. മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സൈക്കാട്രിക് പേഷ്യൻസിനെയാണ് ഞങ്ങളിവിടേക്ക് ഇവിടെ ഉള്ളത്. അവർക്ക് ചികിത്സയും മറ്റ് ഭക്ഷണവും ഞങ്ങൾ നൽകി പോരുകയാണ്. അവരുടെ ചികിത്സയും മറ്റ് രീതികളും കടന്നതിന് ശേഷം അവർ അഡ്രസ്സോ ബാക്കി കാര്യങ്ങൾ പറയുന്നതനുസരിച്ച് ഞങ്ങൾ അവരെ കോൺടാക്റ്റ് ചെയ്യുകയും അങ്ങനെ അവർ വന്ന് ഏറ്റെടുത്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. യാതൊരുവിധ ഫീസോ ഈടാക്കാതെ സൗജന്യമായി ഇവർക്ക് ചികിത്സയും ബാക്കി കാര്യങ്ങളും അവിടെ നടന്നുകൊണ്ടുപോകും. കേരളത്തിലുള്ള ഓരോ ആൾക്കാരുടെയും സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് ഈ സ്ഥാപനം ഇപ്പോഴും നിലനിന്ന് പോകുന്നത്. ഭക്ഷണത്തിനോ നമുക്ക് ഇതുവരെ ഒരു പ്രശ്നമായി തോന്നിയില്ലെങ്കിലും അടിയന്തരമായി വേണ്ട കുറേ ആവശ്യങ്ങൾക്ക് ഞങ്ങൾക്ക് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇതിന് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇവിടെ ഒരു ആംബുലൻസ് സാധ്യത. എന്നാലും അടിയന്തരമായി ഞങ്ങൾക്ക് ആവശ്യമുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. അത് സുമനസ്സുകളുടെ സഹായത്താലാണ് ഇപ്പോഴും നടന്നുകൊണ്ട് പോകുന്നത്. ഇന്ത്യ നാനാഭാഗത്തുള്ള ആളുകളെ
കൊണ്ടുവരികയും അവരുടെ ചികിത്സ ഭേദമാകുന്നതിനനുസരിച്ച് ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും. കൊണ്ടുവരുന്ന സമയങ്ങളിൽ സംസാരിക്കാതെയോ അല്ലെങ്കിൽ ഒരു ബഹളം വെച്ചിരിക്കുന്ന ആളുകളൊക്കെ ആയിരിക്കും. ഇവർക്ക് മതിയായ കൗൺസിലിങ്ങും മരുന്നുകളും ഞങ്ങളിവിടെ ലഭ്യമാകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി അവരിൽ നിന്നുണ്ടാകുന്ന ഓരോ ചികിത്സാ വ്യത്യാസങ്ങളിലും അവർ പുതിയ ജീവിതത്തിലേക്ക് മടങ്ങിക്കൊണ്ടുവരുമ്പോൾ അവർക്ക് അതിൻ്റേതായ ക്ലാസ്സുകളും എടുത്തു കൊടുത്തും അതിൻ്റേതായ കായികവും പരമായ വിനോദങ്ങളിൽ ഏർപ്പെടുത്തിക്കൊണ്ടും അവരെ പുതിയൊരു ഉന്മേഷത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതാണ്. ഇതൊരു കുടുംബമാണ്. ബിഷപ്പ് ജെറോ അഭയകേന്ദ്രം എന്ന് പറയുന്നത് ഞങ്ങളൊരു 150 പേരുടെ കുടുംബമാണ്. ഇവിടെ സ്റ്റാഫുകളെന്നോ രോഗികളൊന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരു കൂട്ടായി പരിഹരിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഇവരെയായ ഒരു സ്വാതന്ത്ര്യമാണ് ഇവിടെ ലഭിക്കുന്നത്. നമ്മുടെ ഈ സ്ഥാപനത്തിൽ ഇനിയും ധാരാളം ആളുകൾ അഡ്മിഷന് വേണ്ടി ഇവിടെ ആളുകളെ കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ നമുക്കതിന് മതിയായ സാഹചര്യങ്ങൾ ഇപ്പോൾ നിലവിലില്ല. നമുക്കതിൻ്റേതായ അടിയന്തര സാഹചര്യങ്ങൾ, കട്ടിലുകൾ, ബെഡുകൾ, ഈ പറഞ്ഞ പോലെ വാഹന സൗകര്യങ്ങൾ, അതൊക്കെ നമുക്ക് അത്യാവശ്യമാണ്. നിരവധിയായ പ്രതിസന്ധികൾക്കും പ്രതികൂലങ്ങൾക്കും മധ്യേ ദൈവം തനിക്ക് നൽകിയ ദർശനം സാക്ഷാത്കരിക്കുവാൻ ഇറങ്ങിത്തിരിച്ച കുഞ്ഞച്ചൻ എസ് ആറാടൻ എന്ന വ്യക്തിയുടെ പ്രവർത്തന വിജയമാണ് ബിഷപ്പ് ജെറോം അഭയകേന്ദ്രത്തിൻ്റെ വിജയകരമായ നടത്തിപ്പിന് പിന്നിൽ. നാനാജാതി മതസ്ഥരുടെയും ചെറിയ പ്രശ്നങ്ങൾ അന്നുണ്ടായിരുന്നു. ഇപ്പോഴെല്ലാവരും ഞങ്ങളുടെ സുഹൃത്തുക്കളാണ്. ഞങ്ങളെ കാണുവാനും കേൾക്കുവാനും ഒക്കെ അയൽവാസികളും നാട്ടുകാരും വരുന്നുണ്ട്. അങ്ങനെ പോകുന്നു. ഒരുവിധം നല്ല രീതിയിലാണ് ഇപ്പോൾ നടന്നു വരുന്നത്. നാളിതുവരെ ഞങ്ങളെ സഹായിച്ചവർ നിരവധിയാണ്. നാനാജാതി മതസ്ഥരും ഞങ്ങളെ സഹായിച്ചു വരുന്നു. ഈ 26 കൊല്ലമാകുന്നു ഇത് തുടങ്ങിയിട്ട്. 6 മാസത്തിന് മുമ്പ് എൻ്റെ ഭാര്യ ക്യാൻസറായി മരിച്ചുപോയി. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി. എങ്കിലും ദൈവനിശ്ചയം നിറവേറട്ടെ എന്ന് കരുതി ഭാര്യയുടെ സ്മരണയ്ക്ക് വേണ്ടി ഭാര്യയും ഞാനും കൂടാണ് ഈ സ്ഥാപനം നടത്തിക്കൊണ്ടുവന്നത്. ഇവിടെ മറ്റ് സഹായിക്കുവാനായിട്ട് ഇപ്പോൾ സോണിയ എന്ന് പറയുന്ന ഒരു കുടുംബമുണ്ട്. സോണിയയും ഗണേശൻ എന്ന് പറയുന്ന ഒരു കുടുംബം ഞങ്ങളെ ആത്മാർത്ഥമായിട്ട് സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് സോണിയയും ഗണേശ് മരണപ്പെട്ടു പോയി. 2 കൊല്ലം മുമ്പ് അദ്ദേഹം മരണപ്പെട്ടു. അപ്പോൾ ആ സോണിയയും കുടുംബവും ഇവിടെ തന്നെ പാർക്കുന്നു. ഇവിടെ പാർത്ത് 24 മണിക്കൂറും ഇവിടെ വേണ്ടുന്ന ശുശ്രൂഷകൾ ചെയ്തു വരുന്നു. അജിത്ത്, രാഹുൽ എന്നിങ്ങനെ പലരും ഇവിടുത്തെ സ്റ്റാഫുണ്ട്. അവരും ഇവിടെ നോക്കി നല്ല രീതിയിൽ നോക്കുന്നത് കൊണ്ട് എനിക്കിപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല. എനിക്കിപ്പോൾ നല്ല സുഖമില്ലാത്ത കാലയളവാണ്. എനിക്ക് വാർദ്ധക്യ സഹജമായ ചില രോഗങ്ങൾ പിടിപെട്ടിരിക്കുകയാണ്. എനിക്ക് ഇപ്പോൾ 83 വയസ്സുണ്ട്. ഈ സ്ഥാപനം ഇത്രത്തോളം എങ്കിലും ഇവിടെ വരെ വരാൻ തമ്പുരാൻ അനുവദിച്ചതിൽ ഒത്തിരി നന്ദി അർപ്പിക്കുന്നു. നാളിതുവരെ സഹായിച്ചവരെയും സഹായിപ്പിച്ചവരെയും അതിൻ്റെ പിന്നിൽ ജോലി ചെയ്തിട്ടുള്ളവരെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഈ നല്ല തരുണത്തിൽ പ്രാർത്ഥിക്കുന്നു. നന്ദി. ആരാലും സംരക്ഷിക്കപ്പെടുവാനില്ലാതെ തെരുവോരങ്ങളിൽ അഭയം തേടിയ അനാഥ ജന്മങ്ങൾക്ക് അഭയമൊരുക്കുവാൻ കുഞ്ഞച്ചൻ എസ് ആറാടിൻ്റെ നേതൃത്വത്തിൽ കോയിവിളയിൽ ആരംഭിച്ച ബിഷപ്പ് ജെറോം അഭയകേന്ദ്രം റിഹാബിലിറ്റേഷൻ സെൻ്ററിൻ്റെ വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടുള്ള തണലിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അങ്ങേ